ശ്രീനിവാസന്റെ അപ്രത്യക്ഷ വിയോഗം സഹപ്രവർത്തകർക്കെല്ലാം വേദനയിലാഴ്ത്തിയിരുന്നു. തിരക്കുകളെല്ലാം മാറ്റിവെച്ച് അദ്ദേഹത്തെ അവസാനമായി കാണാൻ മിക്കവരും എത്തിയിരുന്നു. ശ്രീനിയെക്കുറിച്ച് സംസാരിക്കുന്നതിൽ പകരം വികാരഭരിതരാകുന്ന കാഴ്ചയുണ്ടായിരുന്നു. സംസാരം മുഴുവിപ്പിക്കാനാകാതെ മാറിപ്പോയവരുമുണ്ടായിരുന്നു. വന്നവരെക്കുറിച്ചും വരാത്തവരെക്കുറിച്ചുമൊക്കെ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി നടക്കുന്നുണ്ട്. ശ്രീനിയുമായി അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നിട്ടും ജയറാം എന്താണ് വരാതിരുന്നത് എന്ന ചോദ്യങ്ങൾ മാറ്റിവെക്കാൻ പറ്റാത്തത്ര എന്ത് തിരക്കാണോ അദ്ദേഹത്തിന് എന്നായിരുന്നു വിമർശനങ്ങൾ. പാർത്ഥിബനും സൂര്യയും അടക്കം തമിഴകത്തു നിന്ന് വരെ താരങ്ങൾ എത്തിയതും ചർച്ചയായി മാറി. കല്യാണങ്ങൾക്ക് മാത്രമേ പോവുള്ളൂ എന്ന് തോന്നുന്നു, ഇതെന്തൊരു കുടുംബമാണ് തുടങ്ങി ജയറാമിനും കുടുംബത്തിനുമെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയർന്നത്. കാര്യങ്ങൾ അറിയാതെയാണ് പലരും വിമർശിക്കുന്നത്. മാറ്റിവെക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടാകും അദ്ദേഹത്തിന്. അല്ലായിരുന്നെങ്കിൽ പ്രിയപ്പെട്ട ശ്രീനിയെ കാണാനും കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനും അദ്ദേഹം എത്തിയേനെ എന്നായിരുന്നു ആരാധകർ പറഞ്ഞത്. ഇപ്പോഴിതാ ജയറാമിന്റെ പ്രതികരണമാണ് വൈറലാകുന്നത്. ഇവിടെ ഈ ഷൂട്ടിംഗ് നടക്കുന്നതിലാണ് എനിക്ക് പോവാൻ പറ്റാഞ്ഞത്. ചെന്നൈയിലായിരുന്നെങ്കിൽ ഈ ഷൂട്ടിംഗ് നിർത്തി പോകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അല്ലെങ്കിൽ തീർച്ചയായും ഞാൻ പോയേനെ. മനസ്സുകൊണ്ട് ഒരുപാട് പ്രാർത്ഥനകൾ. സത്യം പറഞ്ഞാൽ എന്താണ് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. അത്രയും സങ്കടകരം എന്ന് മാത്രമാണ് ജയറാം പറഞ്ഞത്. 24 മണിക്കൂറും ഷൂട്ടിംഗ് ഉണ്ടാവില്ല. വിചാരിച്ചാൽ കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് പിടിക്കാമായിരുന്നു. വരണമെന്ന് തീരുമാനിച്ചാൽ വരാൻ പറ്റുമായിരുന്നു. പാർത്ഥിബന് എങ്ങനെയാണ് വന്നതെന്ന് കണ്ടുപിടിക്കൂ. നന്ദി കെട്ടവൻ എന്ന പ്രയോഗം നേരത്തെ കേട്ടിരുന്നു. അത് ശരിയാണെന്ന് വ്യക്തമാക്കി. അടുത്ത ബന്ധുക്കൾ ആരെങ്കിലുമാണ് മരിച്ചതെങ്കിൽ ഷൂട്ടിംഗ് നിർത്തി താങ്കൾ വരില്ലായിരുന്നോ? മോഹൻലാലും മമ്മൂട്ടിയും തിരക്കില്ലാഞ്ഞിട്ടാണ് അവരൊക്കെ വന്നത്. അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട കാര്യമല്ല. ഇതുവരെയായിട്ടും ഒരു മരിച്ച വീട്ടിലും അദ്ദേഹം പോയിട്ടില്ല തുടങ്ങിയ പ്രതികരണമായിരുന്നു വീഡിയോയ്ക്ക് താഴെ വന്നത്. ഡയാലിസിസിനായി ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെയായിരുന്നു ശ്രീനിവാസന് അസ്വസ്ഥത തോന്നിയത്. പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അദ്ദേഹത്തെ രക്ഷിക്കാനായില്ല.